ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം. ശിവകഥ എന്ന പേരിൽ എഴുതിയത് പാരായണം ചെയ്തു വരുന്നു. 71ാമത്തെ ഭാഗമാണ് ഇപ്പോൾ കഴിഞ്ഞത്. 72ാമത്തെ ഭാഗം ഇപ്പോൾ പാരായണം ചെയ്യുന്നു. ഗണേശ ഉത്ഭവമാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഗണപതി മുഖ്യ ഗണദേവൻ അല്ലെങ്കിൽ ദേവന്മാരിൽ ദേവഗണത്തിൻ്റെ മുഖ്യ അധികാരിയെന്നോ അല്ലെങ്കിൽ ആദ്യത്തെ എന്നുള്ള ഭാവമോ ഒക്കെ എല്ലാവരാലും അംഗീകരിച്ചു കൊടുത്തു. അപ്പോൾ ഒരു സന്തുഷ്ടി ഗണേശനുണ്ടായി. ആദ്യം നേദിക്കണം ഗണപതിക്ക് കൊടുത്തിട്ടേ ബാക്കിയുള്ളത് പറ്റൂ. അപ്പോൾ സന്തോഷമായി. അപ്പോൾ ആ ഒരു രംഗത്തെ പറഞ്ഞിട്ടാണ് തുടങ്ങണത്. നമുക്ക് കേൾക്കാം. ഓം ഓം നമ ശിവായ. ഹര നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഓം ശ്രീ ശിവപാർവതിമാരേ ശരണം നാരായണ. ഓം ഹ്രീം ഹൗം നമ ശിവായ. ഓം ബ്രഹ്മാവ് ചൊല്ലി ശ്രീനാരദ കേൾക്കണം. ആനമുഖനായെഴുന്നേറ്റുവെങ്കിലും ഉത്സാഹമില്ലാത്ത തുഷ്ടനെ കാണവേ മന്ത്രാഭിഷേകത്താൽ തേജസ്സേറ്റി സുരർ. ഇവിടെ ഗണപതി ശിരസ് പോയി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ മഹാദേവൻ്റെ അച്ഛൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് ആദ്യം കാണുന്ന മൃഗത്തിൻ്റെ ശിരസ് വെട്ടിക്കൊണ്ടുവന്ന് ഈ ഗണപതിയുടെ ഉടലിൽ ചേർത്ത് കഴിഞ്ഞാൽ പൂർവ്വ തേജസ്സോട് കൂടിയിട്ട് അല്ലെങ്കിൽ പൂർവാധികം തേജസ്സോട് കൂടിയിട്ട് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആനയുടെ തല ചേർത്ത് വെച്ചു. അപ്പോൾ ആ ഉത്സാഹങ്ങൾ മുഴുവനായില്ല. ഒരു ഉറക്കച്ചടവോട് കൂടിയിട്ട് എഴുന്നേറ്റ പോലെ അങ്ങനെയാണ് കാണാറുള്ളത്. അപ്പോഴേക്കും ബാക്കിയുള്ളവർക്കൊക്കെ സന്തോഷമായി. കാരണം ഗണപതി എഴുന്നേറ്റ് വന്നു. അപ്പോൾ ആ സന്തോഷത്തെ അവർ അങ്ങോട്ട് പ്രദാനം ചെയ്തു. അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ചിങ്ങോട്ടും കിട്ടി. ആലിംഗനം ചെയ്തു തുഷ്ടയായ അംബിക പണ്ടവും വസ്ത്രവും നൽകി ശ്രീ പാർവതി ദുഃഖത്തെ തീർക്കാൻ തലോടി തൃക്കൈകളാൽ സിദ്ധികൾ പൂജിച്ചു ഉണ്ണി ഗണേശനെ. അപ്പോൾ അമ്മയിൽ നിന്നും കിട്ടുന്നത് ആനന്ദം, അതേപോലെ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുക, പൂജിക്കപ്പെടുക എന്ന ആ ഒരു ഭാവം, അതൊക്കെ ഗണേശന് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സ് സന്തോഷമായി തറന്നു. നല്ലോണം സന്തോഷമായി. നൽകി വരം കുറേ കഷ്ടം മറക്കുവാൻ ധന്യനായി നീ സുധാ രുദ്ര കരുണയാൽ ഇന്നു മുതൽ അഗ്രപൂജകനാണു നീ ഞാൻ തൊട്ട സിന്ദൂരം കൊണ്ടു നേടും സുഖം. ഇവിടെ പാർവതി അനുഗ്രഹിച്ചത് അങ്ങനെയാണ്. മഹാദേവനാൽ നീ പ്രധാന എന്നുള്ള നിലയ്ക്ക് ആദ്യത്തെ പൂജാർഹനായിട്ട് മാറി. ഇപ്പം എല്ലാവരും ആദ്യം ഗണപതിക്ക് കൊടുത്തിട്ടേ ഇനി ബാക്കിയുള്ളവർക്ക് കൊടുക്കുള്ളൂ. അപ്പോൾ നീയാണല്ലോ പ്രഥമ ഗണനീയൻ, ഗണങ്ങളുടെ നാഥനായി, ഗണാധിപൻ ആണ്. അപ്പോൾ ആ അംഗീകാരങ്ങളൊക്കെ കിട്ടി എന്ന് സന്തോഷിപ്പിച്ചു. മാത്രമല്ല ശ്രീപാർവതി തൊടിയിക്കുന്ന കുറിക്ക്, കുങ്കുമക്കുറിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആചാര്യന്മാരൊക്കെ ചുവന്ന മുണ്ട്, ചുവന്ന കുറി, ആ ഒരു രീതിയിൽ ദേവി ഉപാസകരെ നമ്മൾ കാണാറുണ്ട്. അത് ദേവിക്ക് അത്ര ഇഷ്ടപ്പെട്ടുള്ള ഒരു നിറവും അങ്ങനെയാണ്. അതിനെ പ്രവർത്തിച്ച് കാണുന്നവരോട് അമ്മയ്ക്ക് ലേശധികം താല്പര്യമുണ്ട്. ആ അനുഗ്രഹം അമ്മ കൊടുക്കുകയും ചെയ്യും. പ്രകൃതി എന്നുള്ളത് രജോ ഗുണമായിട്ടാണ് വരിക. നമ്മളൊക്കെ രജോ ഗുണികളാണ്. പ്രകൃതിയിലെല്ലാം ഉണ്ട്, അതില്ലായിട്ടല്ല. ഇപ്പോൾ മനുഷ്യൻ എന്നുള്ള എനിക്ക് രജോ ഗുണം ആയതുകൊണ്ട് ഇതിൻ്റെ ആ മാക്സിമം, രജോ ഗുണത്തിൻ്റെ മാക്സിമം, അത് എല്ലാറ്റിനെയും നമുക്ക് സ്വീകരിക്കുക എന്നൊരു ഭാവത്തിലേക്ക് എത്തിക്കും. സ്വീകരിക്കാനുള്ളൊരു പ്രാപ്തി വേണം, അതിനൊരു പാത്രം വേണം. അപ്പോൾ ആ പാത്രമായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. അതിനുള്ള കഴിവ് നമുക്ക് തരും. അതാണ്. അപ്പോൾ അതൊക്കെ ഈ അമ്മയുടെ അനുഗ്രഹം, പാർവതിയുടെ അനുഗ്രഹം. അതൊക്കെ ഇപ്പോൾ ഗണേശന് കിട്ടി. സിന്ദൂരം ചന്ദനം പുഷ്പം നിവേദ്യവും ആരതി താമ്പൂലം അപ്പം അട പഴം സർവം സമർപ്പിച്ചു ചെയ്യും പ്രദക്ഷിണം പിന്നെ നമസ്കരിച്ചിടും ബുധജനം. ആദ്യം ഗണപതിക്ക് കൊടുക്കേണ്ടത് ഇപ്രകാരത്തിലുള്ള പലഹാരങ്ങളൊക്കെയാണ്. അപ്പം മൂടൽ വളരെ വിശേഷമാണ്. എന്നോതി ദുർഗ ഗണേശനേകി പല വസ്തുക്കളും ഒപ്പം ദേവ ഋഷികളും തുഷ്ടരായി സർവരും കൂടി ഗണേശനെ എത്തിച്ചു രുദ്ര സമീപം നമിക്കയും
മാതൃമടിയിലിരുത്തി സ്തുതിക്കവേ അമ്മയോതി ഇവൻ എൻ്റെ രണ്ടാം സുതൻ. പിന്നെ ഗണപതി രുദ്രൻ്റെ കാൽകളിൽ വീണു നമിച്ചു സ്തുതിച്ചു പിതാവിനെ. ഇപ്പം അച്ഛനെ ദ്രോഹിച്ചു, അതായത് അച്ഛനെ തടുക്കുക എന്നൊരു പ്രവൃത്തി ചെയ്തു. സ്വതേ അച്ഛൻ്റെ പ്രവൃത്തികളിൽ ഇടപെട്ട് തടുക്കാൻ പാടില്ല. അപ്പോൾ അത് ഗണപതി ചെയ്തിട്ടുള്ളൊരു തെറ്റാണല്ലോ. അപ്പോൾ ആ തെറ്റിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ ക്ഷമാപണം പറഞ്ഞുകൊണ്ട് മഹാദേവനെ നമസ്കരിച്ചു. അച്ഛാ എന്നോട് ക്ഷമിക്കണേ എന്നുള്ള ജാതി. ഗൗരിയെ വിഷ്ണു വിധിയെ ഋഷികളെ ഒക്കെ നമിച്ചു ഗണേശൻ സ്തുതിക്കവേ. ഞങ്ങൾ വരമേകി രുദ്രസുതനുടൻ സ്ഥാനമേകി ശിവ വിഷ്ണു ഉമാസമം. ഇതൊക്കെ ബ്രഹ്മാവും നാരദനോട് പറയുകയാണ്. നാരദനപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ. ഈ സംഭവം നടക്കുമ്പോൾ നാരദൻ അവിടെ ഉണ്ട്. എങ്കിലും അതിനൊരു ആവർത്തനം പോലെ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഗണേശൻ്റെ കഥകൾ ബ്രഹ്മാവ് നാരദനോട് പറയുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം. ആദ്യം ഗണേശനോ പൂജിക്കട്ടെ ജനം, അല്ലെങ്കിൽ പൂജ വിഫലമായി തീർന്നിടും. പാർവതി തൃപ്തിയെ നേടാൻ ത്രിമൂർത്തികൾ ദേവഗണാധ്യക്ഷനാക്കി ഘോഷിച്ചവർ. എല്ലാവരുടെയും അധ്യക്ഷനായിട്ട് ഗണപതിയെ ത്രിമൂർത്തികളും അംഗീകരിച്ചു. ഒപ്പം പാർവതി. 4 ഭാവമാണ്. ത്രിമൂർത്തികളും ഈ പാർവതിയും അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരാളുടെ അംഗീകാരത്തിൻ്റെ ആവശ്യമില്ല. അതാണ്. രുദ്രൻ ഗണേശനേകി വരങ്ങൾ കുറെ, ഉണ്ണിയോടോതി പ്രസന്നനായി ഞാൻ സുധാ. നിന്നെ വിരോധിക്കില്ലാരുമിന്നു മുതൽ, ശക്തി സുതൻ അതി തേജസ്വി ഉത്തമൻ. നിന്റെ പരാക്രമത്താൽ ഞാൻ പ്രസന്നനായി, എന്നും സുഖിക്കും നീ വിഘ്നേശ്വരാ സദാ. ഭൂതഗണങ്ങൾ തൻ അധ്യക്ഷനാക നീ, കർമ്മത്തിൻ വിഘ്നം വരാതെ രക്ഷിക്കണം. ഇപ്പോൾ ഇങ്ങനെ പൂജിക്കപ്പെടുന്നത് വിഘ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, വിഘ്നങ്ങൾക്ക് ഈശ്വരനായിട്ട് അങ്ങ് മാറട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടാണ്. ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിനൊരു വിഘ്നം വരാൻ പാടില്ല. ഇടയ്ക്ക് നീക്കേണ്ടി വരിക, അതുപോലെ പ്രവൃത്തി കണ്ട് പൂർത്തിയാക്കണതിൻ്റെ മുന്നേ അതങ്ങോട്ട് വീഴ്ച വരിക, എന്ത് കാരണം കൊണ്ടായാലും ശരി. അപ്പം അത് വരാൻ പാടില്ല. അപ്പം എന്താ വെച്ചാൽ അതിനൊരു ഫലം കിട്ടില്ലല്ലോ. മാത്രമല്ല ബാക്കിയുള്ളതൊക്കെ നഷ്ടമാവുകയും ചെയ്തു. നഷ്ടം വരാൻ പാടില്ല, ഫലം കിട്ടുകയും വേണം. അതിന് ഗണേശ അങ്ങ് വേണ്ടത് ചെയ്യണം. വീണ്ടും ഗണേശനെ പൂജിക്കുവാൻ ശിവ നിശ്ചയിച്ചു ഭദ്രമാസ ചതുർത്ഥിയിൽ. കൃഷ്ണപക്ഷം ചന്ദ്രൻ പൂർവദിക്കിൽ കണ്ടാൽ അപ്പോൾ ഗിരിജയ്ക്ക് പുത്രനായി ഹൃത്തിലായി. ആ ദിനം തൊട്ട് വ്രതം ചെയ്യും മർത്യന് ഏറെ വരം നേടാം കൊല്ലം ഭജിക്കുകിൽ. മാർഗശീർഷം ധനു കൃഷ്ണപക്ഷം ചതുർത്ഥിയിൽ വിപ്രർക്കു ദാനവും ഊട്ടും കൊടുക്കണം. ഉണ്ണരുത് അന്ന് ചെയ്യണം പൂജകൾ. ലോഹമോ മണ്ണോ കൊണ്ടുള്ള പ്രതിമയിൽ മന്ദാരപ്പൂക്കൾ കറുകമാല, പിന്നെ അഷ്ടദ്രവ്യം ചേർത്ത് ഹോമവും നേദ്യവും. 3 കറുക വേരില്ലാതെ 12 അങ്കുലം നീളത്തിൽ അർപ്പിക്കണം ദ്വിജൻ. 121 എന്നിങ്ങനെ എല്ലാം 16 ഉപചാര പൂജകൾ. ഇപ്പോൾ ഭഗവാൻ ഗണേശന് ഈ മാർഗശീർഷം ധനുമാസത്തിലെ കൃഷ്ണപക്ഷം, കറുത്തപക്ഷം ചതുർത്ഥി, അതിൽ ഗണേശന് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് വെച്ചാൽ അതൊക്കെ ഗണപതി ഹോമായാലും അതിൻ്റെ വിസ്തരിച്ചുള്ള ലിസ്റ്റൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ബ്രാഹ്മണന്മാർക്ക് ദാനാദി കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യണം. മാത്രമല്ല ഇത് ചെയ്യുമ്പോൾ ഈ പൂജകൻ വ്രതം അനുഷ്ഠിക്കുകയും വേണം. ഒരു നേരത്തെ ആഹാരം, അല്ലെങ്കിൽ അതും ആഹാരം വർജ്യം ചെയ്തുകൊണ്ട് ഒരു ആഹാരം കഴിക്കാതെ കണ്ട് ഇങ്ങനെ ചാവാം. അങ്ങനെ പൂജ ബിംബവൽക്കരണം നടത്തണമെങ്കിൽ ഒരു മണ്ണുകൊണ്ട് ഒരു ഗണപതിയുടെ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി അങ്ങനെയാക്കാം. അല്ലെങ്കിൽ പത്മം കൊണ്ട്, അങ്ങനെ പല രീതിയിലാവാം. വെളുത്ത പൂക്കൾ, മന്ദാരപ്പൂവ് വലിയ ഇഷ്ടമാണ്. കറുകമാല, ഗണപതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ മാലയും അർച്ചിക്കാനുള്ളതും ഹോമിക്കാനുള്ളതും ഒക്കെ കറുകയാണ്. കറുക ശൈവം അത്ര പ്രാധാന്യമുണ്ട്. പിന്നെ അഷ്ടദ്രവ്യം ചേർത്തിട്ട് ഹോമിക്കുക. നാളികേരപ്പൂള്, ശർക്കര, എള്ള്, നെയ്യ്, അവില്, മലര്, കൽക്കണ്ടം, മുന്തിരി, നേന്ത്രപ്പഴം, ചെറുനാരങ്ങ. അല്ലെങ്കിൽ ഗണപതി നാരങ്ങയാണ് വേണ്ടത്. അത് കിട്ടിയില്ല വെച്ചാൽ ഒരു പുളിരസം വേണമെന്നാണ്. ഗണപതി നാരങ്ങ കിട്ടിയില്ല വെച്ചാൽ ചെറുനാരങ്ങ ഇടാറുണ്ട്. തേന്. പിന്നെ ഇത് കൂട്ടി മിശ്രണം ആക്കിയതിൻ്റെ ശേഷം അതിൽ പുറമെയായിട്ടും അതിൻ്റെ മീതെയായിട്ടും മറ്റ് പഴങ്ങളൊക്കെ,
ചക്കയിലും മാങ്ങയിലും ഇടാമെന്നർത്ഥം. ഇപ്പോൾ ചില ദിക്കിലാണെന്ന് വെച്ചാൽ നമ്മുടെ കേരളീയ സ്റ്റൈൽ അല്ലെങ്കിൽ അവിടെ ഓറഞ്ചും ആപ്പിളും മുന്തിരിയൊക്കെ മുറിച്ചിടും. അത്രയേ ഉള്ളൂ. പഴങ്ങൾ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പഴം അത്രയും പ്രാധാന്യമാണ്. കരിമ്പിൻ്റെ കഷ്ണം ഇടാൻ മറക്കരുത്. അതൊക്കെ ഗണപതിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അതാണ് നെയ്യ്, തേന് അതൊക്കെ നിർബന്ധമായിട്ടും ചേർക്കുകയും വേണം. അതിൽ പിശുക്കൊന്നും പാടില്ല. അതേപോലെ പാവ് മുറുകൽ കുറച്ച് മനസ്സിരുത്തണം, അല്ലെങ്കിൽ ചിലപ്പോൾ അതും കട്ടയായിട്ട് അങ്ങനെയായിട്ട് കാര്യമില്ല. അതേപോലെ ഈ പാവിൻ്റെ മാത്രം അങ്ങനെയായിട്ടും കാര്യമില്ല, അതിൽ മിശ്രണം കാണണം. ശർക്കര അത്രേ പാടും. ആ രീതിയിലാണ് ശർക്കര വേണ്ടത്. അവലും മലരും നാളികേരപ്പോളും കാണണം എന്നർത്ഥം. ശർക്കര കൊണ്ടാണ് മൂടാൻ പാടില്ല. ശർക്കര ഇല്ലാണ്ടിയും പാടില്ല. നല്ലോണം ശർക്കര വേണം. അതിൻ്റെ ഒരു പ്രത്യേക കൂട്ടാണ്. അതേപോലെ എള്ളും ഒക്കെ ചേർത്താലേ അത് പൂർണ്ണമാവുള്ളൂ. അതാണ്. അതേപോലെ കറുക ഹോമിക്കുമ്പോൾ അതിന് ഒരു ചാൺ നീളം വേണമെന്നാ. 12 അങ്കുലം, 12 വരലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാൺ കണക്കാക്കിയിട്ടാണത്. വേര് മുറിച്ചിട്ട് കറുക അത് മുമ്മൂന്നായിട്ട് കിട്ടുക. എന്നിട്ട് അതാണ് ഹോമിക്കേണ്ടത്. സാധാരണയൊക്കെ ത്രയംബകമാണ് ഉപയോഗിക്കാറ്. ത്രയംബക മന്ത്രം കൊണ്ട് ഹോമിച്ച് ഭഗവാനെ സന്തോഷിപ്പിക്കുക. എല്ലാം 16 ഉപചാര പൂജയോട് കൂടിയിട്ട്, ഹോമാചാരത്തോട് കൂടിയിട്ട് ഗണപതി ഹോമം ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഫലമാണ്. എല്ലാ ദേവീദേവന്മാരും പ്രസാദിക്കുകയും ചെയ്യും. കാരണം ദേവഗണ അധിപനാണ് ഗണേശൻ. അതുകൊണ്ട് എല്ലാ ദേവന്മാരും അവിടെ വരികയും ചെയ്യും. അതൊരു പ്രത്യേകതയാണ്. പിന്നെ സ്തുതിച്ചു നമസ്കാരം ചെയ്യണം. ചന്ദ്രനു പൂജയും വിപ്രനെ ഊട്ടലും ഉദ്ദിഷ്ടഭോജനം മൃഷ്ടാന്നം ഉണ്ണണം. ഉപ്പിടാതെ തന്നെ വേണം കഴിക്കുവാൻ. അപ്പോൾ അവിടെ ചന്ദ്രൻ കുറച്ചൊരു ഒന്ന് കളിയാക്കി ചിരിച്ചു വന്നു, അങ്ങനെ എന്തൊക്കെ കണക്കുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ചന്ദ്രനെ കാണണ്ട, ചതുർത്ഥി ഗണപതി. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ചന്ദ്രനെ ശരിക്കും പൂജിക്കും വേണം. ചന്ദ്രനും ഈ അവഹേളനം വരാൻ പാടില്ല. ചന്ദ്രബലം ഇല്ലാച്ചാൽ ശരീരത്തിന് ഓജസ്സും തേജസ്സും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഗണപതിക്കുള്ള സന്തോഷം കൊടുത്തതിൻ്റെ ശേഷം ചന്ദ്രനെയും സന്തോഷിപ്പിക്കണം. പിന്നെ അന്ന് വയറ് നിറച്ച് ഉണയിക്കണം. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഉപവാസമാണ്. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം വിസ്തരിച്ച് പഞ്ചമി ചന്ദ്രനെയാണ് ശരിക്കും സന്തോഷിപ്പിക്കേണ്ടത്. അങ്ങനെ പഞ്ചമി ചന്ദ്രനെ സന്തോഷിപ്പിച്ചതിൻ്റെ ശേഷം വിസ്തരിച്ച് ഊണഴിക്കണം. എന്നാ ഉപ്പിടാണ്ട്. ബാക്കിയുള്ളതിൽ അതിലുണ്ടാവും. അതാണ്, അത്രേ വേണ്ടൂ. ഉപ്പ് അന്ന് വേണ്ട, പിന്നെ വേണ്ടു. അങ്ങനെയാണ്. പിന്നെ വ്രതം വേണ്ട പോലെ കഴിക്കണം, പൂർത്തീകരിക്കാം വ്രതം വിധി പോൽത്തതാ. 12 ബ്രാഹ്മണർക്കേകണം ഭോജനം, ദക്ഷിണാദാനാദി ധാരാളം നൽകണം. നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ അന്നദാനം നടത്താറുണ്ട്. അന്നദാനത്തിൻ്റെ ഒരു വിധി ഒന്ന് പറഞ്ഞിട്ടാവാം. അന്നദാനം കൊടുക്കേണ്ടയാൾ സമൃദ്ധമായിട്ട് ആളെ നോക്കാതെ കണ്ട് ധാരാളമായിട്ട് കൊടുക്കണം. വന്ന് ഒരാൾ ഉണ്ണാതിരിക്കുകയാണെന്ന് വെച്ചാൽ അപ്പോൾ വയറ് നിറച്ച് അയാൾക്ക് ഇഷ്ടമുള്ള സ്വാദോട് കൂടിയിട്ടുള്ള വിഭവങ്ങളെ കൊടുക്കണം. അതിൽ യാതൊരു ലുബ്ധവും പാടില്ല. അത് കഴിഞ്ഞാലോ ഉപരിദക്ഷിണ എന്ന് പറഞ്ഞൊരു എന്തെങ്കിലും ഒരിത്തിരി പൈസ കൊടുക്കുകയും വേണം. ഊണ് കഴിഞ്ഞ് വെറുതെ നീട്ട് പോകാൻ പാടില്ല. കുറച്ച് പൈസയും കൂടി കൊടുക്കണം. അപ്പോൾ അമ്പലത്തിലായാലും അത് ഈ ഊണ് കഴിച്ച് പോകുന്നയാൾക്ക്, അന്നദാനം സ്വീകരിക്കുന്നയാൾക്ക് ദക്ഷിണ കൊടുത്തിട്ട് വേണം പറഞ്ഞേക്കാനായിട്ട്. അല്ലെങ്കിൽ ആ അന്നദാനം ഫലം കിട്ടില്ല. ഇനി അന്നദാനം സ്വീകരിക്കേണ്ടയാളുടെ കണക്ക്, അത് ഭക്തിയോട് കൂടിയിട്ട് വേണം ഈ അന്നദാനത്തെ സ്വീകരിക്കാനായിട്ട്. അപ്പം അന്നദാനം നമുക്ക് എന്താ തരാമെന്ന് അറിയില്ല. അതിന് ചിലപ്പോൾ പഞ്ചാര പായസത്തോട് കൂടിയിട്ടുള്ള വിശിഷ്ടമായിട്ട് സദ്യവും, ചിലപ്പോൾ ചോറും കൂട്ടാനും മാത്രമേ ഉണ്ടായുള്ളൂ എന്നും വരാം. അത് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ഞാൻ സാധാരണ എങ്ങനെയാണോ ഈ ഒരു സദ്യവട്ടം എങ്ങനെയാണോ സ്വീകരിക്കുന്നത്, അതിനിപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് 100 റുപ്യ വരുന്നു കൂട്ടുക. 150 ആച്ചാൽ 150, 200 ആച്ചാൽ 200. ആ 200 പ്ലസ് 200ൻ്റെ പകുതി സംഖ്യയും കൂടിയും ഭണ്ഡാരത്തിലിട്ടിട്ട് വേണം, അല്ലെങ്കിൽ ഈ അന്നദാനം ചെയ്യുന്ന ആരാണോ അയാൾക്ക് കൊടുത്തിട്ട് വേണം അന്നദാനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നിരിക്കാൻ. അപ്പോൾ നമ്മൾ 100 റുപ്യയുടെ ഊണാണ് നമ്മൾ ഊണയിക്കുക വെച്ചാൽ 150 റുപ്യ കൊടുത്തിട്ട് വേണം ഊണയിക്കാൻ. അതാണ് അതിൻ്റെ കണക്ക്. കൊടുക്കുന്നയാൾ ആഹാരവും കൊടുക്കണം, ഉപരിദക്ഷിണയും കൊടുക്കണം.
ഊണ് കഴിക്കുന്നയാൾ താൻ എത്രയാണോ സ്വീകരിക്കുന്നത് അതും അതിൻ്റെ പകുതിയും ചേർത്ത് കൊടുക്കണം. 100 റുപ്യാണെന്ന് വെച്ചാൽ 150 റുപ്യ കൊടുക്കണം. അതാണ്. അപ്പോൾ ഈ അന്നദാനം എന്നും നിലനിന്ന് പോവും. സ്വീകരിക്കുന്ന ആൾക്ക് ഇപ്പോൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ 75 റുപ്യ വേണ്ടു, ഇവിടെ 150 റുപ്യ വേണം. അപ്പോൾ നഷ്ടമല്ലേ എന്നാണ് തോന്നുന്നത്. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹവും കിട്ടും, നമ്മുടേതായിട്ടുള്ള പാപങ്ങളും തീരും. കാരണം ഒരു ദാനം കൊടുക്കാനല്ല പണി, ഉള്ളതല്ലേ കൊടുക്കുക. പക്ഷെ സ്വീകരിക്കാൻ ഒരാളെ കിട്ടില്ല. ഈ സ്വീകരിക്കാനുള്ള ആളായിട്ട് താൻ തന്നെ മാറുകയാണ്. ആ സ്വീകരിക്കാനുള്ള ആൾ എന്ന നിലയ്ക്ക് താൻ മാറിക്കഴിഞ്ഞപ്പോൾ ഈ കൊടുക്കാൻ ഉദ്ദേശിച്ചയാളുടെ മനസ്സ് സംതൃപ്തമാവുകയാണ്. ആ സംതൃപ്തി അനുഗ്രഹമായിട്ടാണ് വരിക. അത് ഭഗവാൻ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ 100 ഇരട്ടിയായിട്ടാണ് ഇങ്ങോട്ട് തരിക. അപ്പോൾ നമുക്കിവിടെ നഷ്ടം 100 റുപ്യാണ്. പക്ഷേ ഭഗവാൻ തരുന്നത് 100 × 100 ഇപ്പോൾ 4 പൂജ്യമായി. അപ്പോൾ 1,00,000 എന്നർത്ഥം. വേണ്ട 10,000 എനിക്ക് കണക്കറിയില്ല. അതാ. അപ്പോൾ നഷ്ടമില്ല. നമ്മുടെ പാപങ്ങളാണ് തീരുന്നത്. അന്നദാനം ചെന്ന് സ്വീകരിക്കുമ്പോൾ നമ്മുടെ പാപം തീരാ. ഇന്നിപ്പോൾ ഇതൊന്നും അറിയില്ല. എല്ലാവരും ആ ഊണഴിക്കാനുള്ള സമയത്ത് അവിടെ ചെല്ലും, നല്ലോണം ഊണഴിക്കും. വായനയച്ചാലും ഊണഴിക്കണ നേരത്തെ എത്തുള്ളൂ. ഊണഴിഞ്ഞാൽ അപ്പോൾ പോവുകയും ചെയ്യും. എന്തിനാ അന്നദാനം നടത്തണം എന്നുള്ള വിവരമില്ല. അതാണ്. എനിക്ക് വേറെ പണിയുണ്ടേ. ഇതാണ് എല്ലാവരുടെയും ധാരണ. പിന്നെ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്, അന്നദാനത്തിന് പറഞ്ഞ് വീട്ടിൽ നിന്ന് നല്ലോണം പിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഊണഴിക്കാനുള്ള അവകാശം ഉണ്ടെന്നാ. അത് ഇത്രയും വലിയൊരു വിഡ്ഢിത്തരം വേറെ ഇല്ല. കൊടുക്കുന്ന കാശ് വേറെയാണ്, ഇവിടെ വന്നിട്ട് ഊണഴിക്കുന്ന പദാർത്ഥം വേറെയാണ്. ആ കാശ് കൊണ്ട് അത് ഉണ്ടാക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ വ്യത്യാസമുണ്ട്. അപ്പം ഈ ദാനങ്ങളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള അന്നദാനം കൊടുക്കാനും നിയമമുണ്ട്, സ്വീകരിക്കാനും നിയമമുണ്ട്. ആരാണ് വരണത് നോക്കാതെ കണ്ട് അന്നദാനം കൊടുക്കണം എന്നുള്ളത് നിർബന്ധം. വിശക്കുന്നവനാണ്. വിശപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിൻ്റെ വിശപ്പ് മാത്രമല്ല, മനസ്സിനൊരു വിശപ്പുണ്ട്. ഭഗവാന്റെ ഈ പ്രസാദം സ്വീകരിക്കാൻ എനിക്കും അർഹത തരണേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഭക്തൻ വരിക. കോടീശ്വരനാവും. 1000 റുപ്യയുടെ ഊണാണ് സ്ഥിരം ഊണഴിക്കുക. ഇവിടെ വന്നിട്ട് 30 റുപ്യയുടെ ഊണാണ് ഊണഴിക്കണത്. ഇത് വളരെ ഭക്തിയോട് കൂടിയിട്ടാണ് സ്വീകരിക്കണത്. അപ്പോൾ ഈ കൊടുക്കുന്നയാളുടെ മനസ്സ് തൃപ്തമല്ലെങ്കിൽ ഈ വന്ന് ഊണ് കഴിക്കുന്നയാളുടെ പാപങ്ങൾ മുഴുവൻ ഈ കൊടുക്കുന്നയാളിൽ വന്നു ചേരും. അപ്പോൾ അമ്പലത്തിലേക്ക് ദോഷമായിട്ടല്ലേ വരിക. അമ്പലത്തിൽ അന്നദാനം ഇത്രയും കൂടുതൽ നടത്തിയിട്ടും അവിടെ അത് വേണ്ട രീതിയിൽ നടത്താത്തത്, അല്ലെങ്കിൽ അതിൻ്റെ ഉയർച്ച കാണാത്തത്, ഈ അന്നദാനം നടത്തുന്നതായിട്ടുള്ള ഒരു സംഘം ഉണ്ടല്ലോ, ആ സംഘത്തിൻ്റെ മനോഭാവത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. ദേവൻ അവരിലൂടെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ എന്തോ ദോഷമുണ്ട്. ആ ദോഷത്തെ പരിഹരിക്കണം എന്ന് സാരം. അതേപോലെ തന്നെ അന്നദാനം സ്വീകരിക്കാൻ വരുന്നയാൾ ഒന്നുമില്ലാത്തയാൾ, അങ്ങനെ ഉണ്ടാവും ചിലരെ. ഇപ്പോൾ 100 റുപ്യ നമ്മൾക്ക് 150 റുപ്യ കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. 100 റുപ്യ പോയിട്ട് 1 റുപ്യ എടുക്കാനില്ലാത്ത എന്നും പട്ടിണിയായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഊണ് കഴിക്കുമ്പോൾ ഈ 150 റുപ്യ കൊടുക്കാൻ പറ്റുമോ? അയാൾ വരിക, ഊണ് കഴിക്കുക, നമസ്കരിക്കുക, അത്രേ വേണ്ടൂ. അപ്പോൾ ഇത് ഒരു ലൂപ്പ് ഹോളാണ്. ഊണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാനെ ഒന്ന് നമസ്കരിച്ചാൽ ഈ 150 അല്ല 1000 കൊടുത്ത ഫലമായി. അയാൾ ചെയ്ത പൂർവ്വജന്മങ്ങളിലെ പുണ്യം മുഴുവനെ ഭഗവാന് സമർപ്പിക്കുക. ശരഭംഗൻ ശ്രീരാമനെ സമർപ്പിച്ചിട്ട് മുക്തി നേടിയ പോലെ. അപ്പോൾ അന്നദാനം നടത്തുമ്പോഴത്തെ ഫലം ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ജന്മം അയാൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അത് മുഴുവൻ ഈ ഇവിടേക്ക് കിട്ടുകയാണ്, ഈ അമ്പലത്തിലേക്ക് കിട്ടുക. അപ്പം അങ്ങനെ ഒരു ബുദ്ധിയോട് കൂടിയിട്ട് വേണം കൊടുക്കാനും, അങ്ങനെ ഒരു ബുദ്ധിയോട് കൂടിയിട്ട് വേണം സ്വീകരിക്കാനും. ഇത് രണ്ടും വളരെ പ്രധാനമാണ്. സ്ഥലകാലം മുഖ എല്ലാം നോക്കണം. സ്ഥലം, കാലം, മുഖം, ന്യായം അല്ലേ, അതൊക്കെ നോക്കണം. അന്നദാനം കൊടുക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും വളരെ മുഷിഞ്ഞ വേഷത്തോട് കൂടിയിട്ട് അന്നദാനം ചെന്ന് സ്വീകരിക്കാൻ പാടില്ല. കാരണം പ്രസാദമാണ്.
അവിടെ ഇരിക്കുന്ന ഭക്തർ കുളിച്ച് ശുദ്ധമായിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് വേർത്ത് കുളിക്കാതെ കണ്ട് അവിടെ കയറി ചെല്ലുമ്പോൾ ബാക്കിയുള്ളവർക്കും വിഷമായി. ഇതിൻ്റെ ആ ചീത്ത അത് ഈ കൊടുക്കുന്ന അന്നത്തിലേക്ക് ചോറോ കൂട്ടാനോ എന്തൊക്കെ വെച്ചാൽ അതിലേക്ക് കുറേശ്ശെ വരും വായുവിലൂടെ. അപ്പോൾ അതൊക്കെ ദോഷമായിട്ട് വരും. പുറത്തിരിക്കേണ്ട ആൾ പുറത്തിരിക്കണം, അകത്തിരിക്കേണ്ട ആൾ അകത്തിരിക്കണം. അകത്തിരുന്നേ അന്നദാനം കൊടുക്കുക, അങ്ങനെ വേണ്ട. അന്നദാനം കൊടുക്കില്ല പ്രാധാന്യം, എവിടെ വെച്ച് കൊടുക്കണമെന്നുള്ളതല്ല. അത് ശുദ്ധിക്കനുസരിച്ച് വേണ്ട രീതിയിൽ ചെയ്യാം. ബ്രാഹ്മണന് ഒരു തരത്തിൽ പന്തിഭോജനം ഒന്നും ആവശ്യമില്ല. ബ്രാഹ്മണൻ ഇരിക്കേണ്ടതായിട്ടുള്ള രീതിയിൽ തന്നെ കൊടുക്കണം. അന്നദാനമാണ് എല്ലാവർക്കും ഒരുപോലെ എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന പല കമ്മിറ്റിക്കാരും കാണാറുണ്ട്. തെറ്റാത്. അവിടെ സ്ഥലം വ്യത്യാസമുണ്ട്. ദേവന്മാരുടെ മുമ്പിൽ എല്ലാവരും തുല്യരല്ലേ എന്നാ? എല്ലാവരും തുല്യർ തന്നെയാണ്, പക്ഷേ ഭൗതികത വ്യത്യാസമുണ്ട്. എന്നാൽ തന്ത്രി പൂജിക്കേണ്ട പോലെ തന്നെ ബാക്കിയുള്ളവർക്ക് എന്ന് പൂജിച്ചൂടെ? ശ്രീനാഥ് പോയിട്ട് ഒരുപോലെ പറഞ്ഞിട്ട്. ഇവിടെ ഊണിന് യാതൊരു വ്യത്യാസവും ഇല്ല, ആരായാലും ശരി എന്ന് പറയണ ആ വിളമ്പി കൊടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. വാശി പിടിക്കുകയും ചെയ്യും അതിൻ്റെ മുകളിൽ. അതൊക്കെ അമ്പലത്തിൽ ദോഷമാണ്, ആ കുടുംബത്തേക്കും ദോഷമാണ്, ഈ പറയണ വ്യക്തിയുടെ കുടുംബത്തേക്കും ദോഷമാണ്. നമ്മൾ അനുഭവിച്ച എത്രയോ വായനകൾക്ക് പോണതല്ലേ. ഇവിടെ എല്ലാവരും തുല്യരാണ് കേട്ടോ, സമതുല്യരാണെന്നൊക്കെ വലിയ വാദത്തിൽ പറയണേക്കാം. അത് അതിനെപ്പറ്റി ഒരു വിവരമില്ലാത്തതുകൊണ്ട് പറയണതാണ്. ബ്രാഹ്മണൻ്റേതായിട്ട് ചില ഇതുണ്ട് അതിന്, അത് അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ. അതിനെ ഇന്ന് അംഗീകരിക്കാത്തതാണ് ഇന്ന് ലോകത്തിൻ്റെ ഈ ദോഷത്തിന് മുഴുവൻ കാരണം. ബ്രാഹ്മണ്യം എന്നുള്ളത് അവനവനും കുറേശ്ശെ ചെയ്യണം, ബ്രാഹ്മണനായിട്ട് ജീവിക്കണം. അതേപോലെ തന്നെ ബ്രാഹ്മണനാണ് എന്നുള്ള അംഗീകാരം മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുകയും വേണം. അത് ഒരു സന്തുലിത അവസ്ഥയ്ക്ക് അതിൻ്റെ കാരണമാണ്. അതങ്ങനെ നിശ്ചയിക്കപ്പെട്ടതാണ്. അതിൻ്റെ ഫലം പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. ഇതൊക്കെ നിയമങ്ങളാണ്. അപ്പം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഗണേശനെ പൂജിപ്പിക്കുക. പാർവതി അതാ ചെയ്തത്, ശിവനും അതിനെയാണ് ചെയ്തത്. എൻ്റെ മകൻ എന്നുള്ളതല്ല, എൻ്റെയും ദേവനാണെന്നാ. ശിവന് പൂജിക്കുമ്പോഴും ആദ്യം ഗണപതിക്ക് പൂജിക്കണേ, എന്നിട്ടേ ശിവന് പൂജിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഗണപതി സമ്മതിക്കില്ല, ശിവനും സമ്മതിക്കില്ല. അതാണ്. ഇനി താന്ത്രിക വിധിയാണ്. താന്ത്രികമായി കലശം പൂജിക്കണം, ബിംബത്തിലാവാം വിളക്കിലും ചെയ്തിടാം. അഷ്ടദള പത്മമിട്ടു പൂജിക്കണം, ഹോമം നടത്തണം, സൂക്തങ്ങൾ ചൊല്ലണം. ഈ രണ്ടു ബാലരും സ്ത്രീകളും വേണ്ട പോൽ പൂജിതരാകണം ദാനഭോജ്യങ്ങളാൽ. ആശീർവദിക്കണം ബാലരും സ്ത്രീകളും, സ്വസ്തി സൂക്തം ചൊല്ലി അർച്ചന ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ ഗണേശൻ ഫലം തരും, നിത്യവും ചെയ്താൽ അഭീഷ്ടം നടന്നിടും. നിഷ്കാമഭക്തന് ചിത്തമർപ്പിക്കുകിൽ വിഘ്നങ്ങൾ തീരും വിശിഷ്ട നേദ്യങ്ങളാൽ. അവിടെ പൂജയ്ക്കുള്ള വിഘ്നങ്ങളല്ല, ജീവിതത്തിനുള്ള വിഘ്നങ്ങൾ, മുക്തിക്കുള്ള വിഘ്നങ്ങൾ തീരുമെന്നാണ് പറഞ്ഞത്. സ്ത്രീകൾക്കും ശൂദ്രർക്കും ചെയ്യാം ഈ പൂജകൾ, കാര്യസിദ്ധിക്കായി സകാമിയാം ഭക്തനും. അഭ്യുദയം സ്ഥിരവൃദ്ധി സമ്പത്തിനും, സ്വസ്ഥതയും നേടാം വിദ്യയും വൃത്തിയും. പൂജാവിധികൾക്ക് വ്യത്യാസമുണ്ട്, എല്ലാവർക്കും പൂജ ചെയ്യാമെന്നാണ് പറഞ്ഞത്. തന്ത്രിമാർ ചെയ്യുന്ന പൂജ ശൂദ്രർ ചെയ്യേണ്ട, ശൂദ്രർക്ക് വിധിച്ചിട്ടുണ്ട് പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആ രീതിയിൽ ചെയ്യാം. ഇങ്ങനെ ശംഭു വരം നൽകവേ സുരർ ചൊല്ലി തഥാസ്തു ഗണേശ സ്തുതികളാൽ. അർച്ചിച്ചു ദേവ ഋഷികൾ ഗണേശനെ, അപ്പോൾ ശിവ ഏറെ സന്തുഷ്ടയായി മുനെ. അവിടെ എന്താ പ്രത്യേകത വെച്ചാൽ എല്ലാ ദേവീദേവന്മാരും ഈ പ്രാർത്ഥനയെ അംഗീകരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഓരോ ദേവന്മാർക്കും ഓരോരോ കാര്യങ്ങൾ കൊടുക്കാൻ പ്രത്യേകമായിട്ട് അനുവാദം കൊടുത്തിട്ടുണ്ട്. ആ അഷ്ടദിക്പാലകന്മാരായാലും ത്രിമൂർത്തികളായാലും ഈ ദേവിമാരായാലും അവരുടേതായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഗണപതി ഹോമം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത് വേണ്ട പോലെ ഇപ്പോൾ 1008 രൂപ മന്ത്രം ചൊല്ലിയിട്ട് ഹോമിക്കാം. ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം മഹാഗണപതയെ വരവരത സർവജനം മേ വശമാനയ സ്വാഹ എന്നാണ്. സർവം വശം ആക്കുക, ആനയ സ്വാഹ, അങ്ങനെയാണ്. അതിന് വേണ്ടിയിട്ടാണ്.
അപ്പം എല്ലാം വശത്താവുമെന്ന് സാരം. ദേവീദേവന്മാർ മാത്രമല്ല, തത്വങ്ങളൊക്കെ പഞ്ചഭൂതാദി കാര്യങ്ങളെല്ലാവരും എല്ലാം വശത്താവും. നമ്മുടേതായിട്ടുള്ള ഗുണങ്ങളെ സ്വീകരിക്കാനും ദോഷങ്ങളെ ഇല്ലാണ്ടാക്കാനും ഈ മന്ത്രത്തിന് ഫലമുണ്ട്. അപ്പോൾ അതൊരു 1008 ചെയ്യുമ്പോൾ രാവിലെ 9 മണി 10 മണിയൊക്കെ ആവും. വിസ്തരിച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. മഹാഗണപതി ഹോമം എന്നൊക്കെ പറയുമ്പോൾ 1008 ഒരു ഹോമിക്കൊക്കെ വേണം. അതൊന്നും പതിവില്ല. 5-8 ആൾ 4 പുറം ഇരുന്ന് ഈ മന്ത്രം ചൊല്ലി ഈ വസ്തുവിനെ ഹോമിക്കണം. 3/4 ഭാഗം ഹോമിക്കുക എന്നൊരു കണക്ക്, 3/4 ഭാഗം ഹോമിക്കുക എന്നൊരു കണക്ക്. അതായത് 2/3 ഭാഗം ഹോമിക്കുക എന്നൊരു കണക്ക്, 3/4 ഭാഗം ഹോമിക്കുക എന്നൊരു കണക്ക്. അപ്പോൾ 3/4 ഭാഗം ഹോമിക്കാനാണ് ചില തന്ത്രിമാരൊക്കെ പറയാറ്. 2/3 ഭാഗം എന്തായാലും ഹോമിക്കണം, അത് സംശയമില്ല. 66 എന്തായാലും ഹോമിക്കണം. 67% മിനിമം ഹോമിക്കണം. ഇല്ലെങ്കിൽ 75% ഹോമിക്കണം. അത്രയേ ഉള്ളൂ. പുഷ്പവൃഷ്ടി ചെയ്തു വാദ്യഘോഷങ്ങളും ഗന്ധർവഗാനവും അപ്സരസ് നൃത്തവും അപ്പോൾ നടത്തി ഗണേശോത്സവം സുരർ. ശാന്തി നേടി 3 ലോകവും നാരദ. ഗൗരി ശിവൻ നേടി ആനന്ദം സൗഖ്യവും. ആത്മാരാമൻ ശിവൻ കിട്ടുന്നു അത്ഭുതം. ആത്മാരാമൻ ശിവൻ കാട്ടുന്നു അത്ഭുതം. പിന്നീടു ലോകർക്കു നന്മയ്ക്കായി ശങ്കരൻ നൽകി അനുഗ്രഹം ആഗ്രഹപൂരണം. പിന്നെ വിധി വിഷ്ണുദേവകളൊക്കെയും സ്വസ്വധാമത്തിൽ ഗമിച്ചു ഋഷികളും. ഭക്തർ ഗണേശ കഥയെ ശ്രവിക്കുകിൽ മംഗളം വീട്ടിൽ ഭവിക്കും മനസ്സിലും. പുത്രനുണ്ടാകും പതിയെ ലഭിച്ചിടും. നേടും പശുഭൂമി സ്വാസ്ഥ്യം സുഖം സ്ഥിരം. ഗ്രന്ഥം ഗൃഹത്തിൽ വെച്ച് അർച്ചന ചെയ്യുകിൽ നേടും ധനം വിദ്യ എല്ലാ അഭീഷ്ടവും. കൊല്ലത്തിലേകവാരം കഥ കേൾക്കണം. യാത്രയിൽ ക്ഷേത്രം നദി തീരം തീർത്ഥവും. ആൽത്തറയിൽ സാധു സജ്ജന ചാരയും. കേട്ടാൽ അഭീഷ്ടവും നേടുന്നു മുക്തിയും. ഇവിടെ ഗണേശ പൂജ ചെയ്ത് കഴിഞ്ഞാൽ കൊല്ലത്തിലൊരിക്കലൊരു കൂട്ടുഗണപതി ഹോമം മഹാഗണപതി ഹോമമായിട്ടോ അല്ലെങ്കിൽ ഒരു 108 ഉരുവെങ്കിലും ഹോമിക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ 12 ഉരു, അല്ലെങ്കിൽ 3 ഉരു, ഇങ്ങനെയൊക്കെയാണ് കണക്ക്. നമ്മൾ അമ്പലങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ ഒരു 8 ഉരുവൊക്കെ ഹോമിച്ച് അങ്ങനെയാണ് പതിവ്. അതിൽ കൂടുതലൊന്നും പതിവില്ല. അതൊരു പരിഹാരമാകുമ്പോഴേക്കും കുറച്ചും കൂടി അധികം. പിന്നെ പരിഹാരത്തിൻ്റെ നീളം കൂടുന്തോറും ഇത് സംഖ്യ കൂട്ടാതെ കണ്ടിരിക്കും. കാരണം ഗണേശന് ആ രീതിയിൽ അങ്ങനെ ചെയ്യാറില്ല. എന്നാലും പക്ഷേ ഇത് 1008 ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഫലമാണ്. അതങ്ങനെ ചെയ്യാറുണ്ട്. കാരണം മഹാഗണപതി ഹോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ 8ൻ്റെ കണക്കിലാണ് മുഴുവൻ. അഷ്ടദ്രവ്യം, അതേപോലെ 8 ഉരു ഇത് ആദ്യം തൊട്ട് ജപിച്ച് എന്നിട്ട് വേണം ഹോമിക്കാൻ തുടങ്ങാൻ. അങ്ങനെ 8 ഉരു ഹോമിക്കണം എന്നാ. അതേപോലെ ഈ ഹോമദ്രവ്യങ്ങളും അതേപോലെ തന്നെ ഇപ്പോൾ ഈ നമ്മൾ അഷ്ടദ്രവ്യ അത് ഒന്നിച്ച് മിശ്രിതമായിട്ടുള്ള അതൊന്ന്. പിന്നെ നാളികേരത്തിൻ്റെ ചിരട്ട, മുക്കുറ്റി, തെച്ചിപ്പൂവ്, മുക്കുറ്റി, കറുക, നെല്ല്, ഇതൊക്കെ ഹോമിക്കാറുണ്ട്. പിന്നെ പഴവർഗ്ഗങ്ങൾ, ഏതെങ്കിലും 2 പഴങ്ങൾ ഹോമിച്ച് കഴിഞ്ഞാൽ 8 ആയി. അപ്പോൾ ഈ ഹോമിക്കുന്ന വസ്തുക്കൾ തന്നെ 8 ഐറ്റം, അതേപോലെ 8 പേരിരുന്നിട്ട് 8ൻ്റെ ഗുണിതങ്ങളായിട്ട് ഇങ്ങനെ ഹോമിച്ച് തീർക്കുക. അപ്പോൾ 1008 എന്ന് പറഞ്ഞാൽ അതിനകത്ത് 8ൻ്റെ ഗുണിതമായിട്ട് കൃത്യമായിട്ട് ചേർക്കുക. അപ്പം ഇങ്ങനെ ഓരോന്നിനും ഈ 8 എന്നുള്ളത് മുക്തി എന്നുള്ള അർത്ഥത്തിലാണ്. എല്ലാ ദേവീദേവന്മാരും അവിടെ എത്തുന്നത് കൊണ്ട് അവിടെ സർവ്വ സാന്നിധ്യം വേണം. അതാണ് അപ്പോൾ ഗ്രന്ഥപൂജ വേണം. അതെല്ലാം കൂടി സങ്കല്പിച്ചൊരു പൂജ അത്രേ മതിയുള്ളൂ. അതേപോലെ തന്നെ ഈ ഗണപതി ആദ്യത്തെ ആയതുകൊണ്ട് ആദ്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് തെറ്റ് വരാം. അപ്പോൾ ആ തെറ്റ് അവിടെ വിഘ്നേശൻ ക്ഷമിച്ചോളും. അതുകൊണ്ട് തന്നെ ഗണേശ പൂജയ്ക്ക് തെറ്റ് സംഭവിക്കില്ല എന്നാണ്. കാരണം ഇദ്ദേഹം ഇത്രയേ പഠിച്ചിട്ടുള്ളൂ, ഈ ആചാര്യൻ ഇത്രയേ പഠിച്ചിട്ടുള്ളൂ എന്നാണ് ഗണപതി കണക്കാക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഗണപതി ഹോമം ചെയ്യുന്ന സമയത്ത് മന്ത്രം പഴയ്ക്കാം, അതേപോലെ സ്ഥാനങ്ങൾ പഴയ്ക്കാം, ശുദ്ധി ചിലത് പഴയ്ക്കാം, പലതുമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഗണേശൻ എങ്ങനെയാണ് ഈ കണക്കാക്കുന്നത്? ഇദ്ദേഹം ഇത്രയേ പഠിച്ചിട്ടുള്ളൂ. എങ്കിലും അത് ഈ ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ പൂർണ്ണമാണ്.
അപ്പോൾ ആ പൂർണ്ണ ഫലത്തെ കൊടുക്കും. അതാണ് ഗണപതി ഹോമത്തിൻ്റെ പ്രത്യേകത. എന്ന് വിചാരിച്ച് ഒന്നും അറിയാത്ത ഒരാളെ വിളിച്ചിട്ട് ചെയ്യിക്കണം എന്നല്ല ഈ പറഞ്ഞത്. അടുപ്പ് ഗണപതിക്ക് അങ്ങനെയാണല്ലോ, ഒന്നും ചെയ്യാറില്ല. പണ്ട് അത്തയന്മാരോട് നമ്മൾ ബ്രാഹ്മിൻസ് ആയതുകൊണ്ട് പറയുകയാണ്, അവരെല്ലാം തയ്യാറാക്കി വയ്ക്കും. അതിൽ ഈ ഇതൊക്കെ ഉണ്ടാവും, കറുകയും മുക്കുറ്റിയും തെച്ചിപ്പൂവും മലരും അവലും ശർക്കരയും ഒക്കെ ഉണ്ടാവും, നെയ്യും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഹോമിക്കും. അത് ഹോമിക്കുമ്പോൾ ആദ്യം ഇത് ഹോമിച്ചിട്ടേ പാത്രം അടുപ്പിനെ മുളയ്ക്ക് കയറ്റി വയ്ക്കുള്ളൂ. ചകിരിയിലാണ് തീ കൂട്ടുക. അത് ഗണപതി ഹോമത്തിന് ചകിരിയിലാണ് തീ കൂട്ടുക. അങ്ങനെയാണ്. ചകിരി കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കരിപ്രസാദത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ചകിരിയുടെ കരിഞ്ഞ ഭാഗവും നാളികേരപ്പൂളിൻ്റെ കരിഞ്ഞ ഭാഗവും ദർഭപ്പുല്ല് കരിഞ്ഞ ഭാഗവും ആണ് സാധാരണഗതിയിൽ കുറി തൊടാനായിട്ട് എടുക്കുക. പിന്നെ ഇതിൽ പ്ലാവിൻ്റെ വർഗ്ഗം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഈ ദ്രവ്യങ്ങൾ മുഴുവൻ ശുദ്ധം ആണ്. ഏത് പദാർത്ഥം എടുത്തിട്ട് കുറി തൊട്ടാലും അതിൻ്റേതായിട്ടുള്ള മുഴുവൻ മേന്മയും സംശുദ്ധിയും അതിൽ കിട്ടും. അത്ര പരിശുദ്ധമാണെന്നർത്ഥം. ചാണകം കൂട്ടി മെഴുകിയിട്ടുള്ള ഹോമകുണ്ടം പരിസരം, മണ്ഡലം എന്നതിന് പറയാം. അപ്പോൾ ആ മണ്ഡലം അത് വളരെ വിസ്തരിച്ചാണ്. നമ്മൾ ചാണകം കൂട്ടൊന്നും തൊടുക മെഴുകാത്രേ പതിവുള്ളൂ വെച്ചാലും അത് വിസ്തരിച്ചാണ് അതിൻ്റെ ഒരു സങ്കല്പം വരിക. അത് കഴിഞ്ഞ് പിന്നെ പത്മം ഇടുമ്പോൾ മഞ്ഞൾ എല്ലാ ശുദ്ധിയും തരും. അരിപ്പൊടി എന്തുണ്ടെങ്കിലും അത് നമ്മളിപ്പോൾ ജീവിക്കുന്ന എങ്ങനെയാണ്, ധാന്യം അതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ബേസ്. ആ ബേസാണ് ഈ അരിപ്പൊടി. മഞ്ഞളുടെ ശുദ്ധീകരണം. പിന്നെ ഈ നല്ലെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന വിളക്കാണല്ലോ, അതേപോലെ നെയ് വിളക്കും കൊടിവിളക്ക് ഒരു കൊടിവിളക്കെങ്കിലും കത്തിച്ച് വയ്ക്കും. ഒറ്റ വിളക്കായിട്ട് വയ്ക്കാം, 8 വിളക്കായിട്ട് വയ്ക്കാം, 5 വിളക്കായിട്ട് വയ്ക്കാം, അങ്ങനെയൊക്കെ കണക്കുണ്ട്. തിരികളിടുമ്പോഴും അതേപോലെ തന്നെ കണക്കുകളുണ്ട്. സാധാരണ ഭദ്രദീപമായിട്ടാണ് വയ്ക്കുക. ഗണപതിക്ക് പത്മട്ട്, പൂവിട്ട്, അക്ഷതവും ദർഭയും ഒക്കെ വെച്ച് അതിൻ്റെ മീതെ ഇല വെച്ച്, നെല്ല് വിരിച്ച് വീണ്ടും ഇല വെച്ച്, അരി വിരിച്ച്, വസ്ത്രം വെച്ച്, അതിൻ്റെ മീതെ നാളികേരം വെച്ച്, ഒരു കൂർച്ചം വെച്ച് അത് വേണ്ട രീതിയിൽ പൂജിച്ച് ചന്ദനമൊക്കെ കുറിയിടിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ദാനം ചെയ്തുകൊണ്ട് വിസ്തരിച്ചുള്ള ഗണഹോമം ചെയ്ത് കഴിഞ്ഞാൽ 1008 ഒരു ഹോമിച്ച് കഴിഞ്ഞാൽ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും തീരും, പാപങ്ങളൊക്കെ തീരും, എല്ലാ ഐശ്വര്യവും ആ വീട്ടിലുണ്ടാവുകയും ചെയ്യും, ആ അമ്പലത്തിലും ഉണ്ടാവും. അതൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ച് തരുന്നതാണ് എന്ന് സാരം. അത് പുരാണങ്ങളിലൊക്കെ വിസ്തരിച്ച് പറയണു. ഇവിടെയും ഗണേശ ഉത്ഭവത്തിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മഹാദേവനും അതിനെ സമ്മതിച്ചുകൊണ്ട്, മഹാദേവി പാർവതിയും അതിനെ സമ്മതിച്ചുകൊണ്ട് ഫലശ്രുതി പറഞ്ഞിരിക്കണു. പുത്രനില്ലാത്തവർക്ക് പുത്രനുണ്ടാവും, ഭർത്താവ് കല്യാണം കഴിഞ്ഞിട്ടില്ല വെച്ചാൽ കല്യാണം നടക്കും, പിന്നെ ഭൂമിയോ വീടോ പശുവോ അതേപോലെ ശാരീരികമായിട്ടുള്ള രോഗങ്ങളൊക്കെ മാറുക, അതേപോലെ വ്യാധികളുണ്ടാവില്ല, മനസ്സിനൊരു സുഖം ഉണ്ടാവും, ഒരു യശസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ അർത്ഥത്തിലുള്ള സകല സൗഭാഗ്യങ്ങളും ഐശ്വര്യം ശ്രീ സമ്പത്ത് മുഴുവൻ ഉണ്ടാവുമെന്ന് സാരം. സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. അതിനെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് 2 ഭാഗങ്ങളായിട്ട് ഗണേശ ഉത്ഭവം പറഞ്ഞു. അത് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. ദേവീദേവന്മാരെ നമസ്കരിക്കുന്നു. എല്ലാ ഭക്തന്മാർക്കും നമസ്കാരം. മഹാദേവാശരണം. ശ്രീ ഗുരുവായൂരപ്പ. ഗംഗണപതേ നമ. ഓം നമ ശിവായ. ഓം ഹ്രീം ദുർഗായേ നമ. ഓം ഹ്രീം ഹോം നമ ശിവായ. ഓം. ഞാൻ വളശ്ശേരി ഹരി നമ്പൂതിരി. 904803 എൻ്റെ ഫോൺ നമ്പർ. ശിവപുരാണം എഴുതി മുഴുവനായിട്ട് DTP എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ക്രമേണയുള്ള പാരായണങ്ങൾ സമർപ്പണങ്ങൾ കിട്ടും. അപ്പോൾ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതെല്ലാം
എല്ലാവർക്കും എത്തിക്കുമാറാകട്ടെ. അപ്പോൾ ഇതിൽ പരസ്യം വരുന്നുണ്ട്. എങ്ങനെയാണ് പരസ്യം വരണമെന്നുള്ളത് എനിക്കറിയില്ല. ഞാനായിട്ട് എന്തായാലും പരസ്യത്തിനുള്ള ഏർപ്പാടുകളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതെന്താ ഇങ്ങനെ വരാനുള്ള കാരണം അതും എനിക്ക് അറിയില്ല. എനിക്കിതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും, കേൾക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും. അപ്പോൾ വേറെ ആരെങ്കിലും കളിക്കുന്നുണ്ടോ അതും എനിക്കറിയില്ല. എന്നെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അനവധി ആൾക്കാർ എന്നെ പറ്റിക്കാറുണ്ട്. പറ്റിക്കണവരൊക്കെ മിടുക്കന്മാരാണ്, ആയിക്കോട്ടെ, വിരോധമില്ല. അത് ഭഗവാന്റെ ഇച്ഛ, അത്രയേ ഉള്ളൂ. ശ്രീ ഗുരുവായൂരപ്പ. എല്ലാവർക്കും വീണ്ടും വീണ്ടും നമസ്കാരം. നാരായണ.